PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത് അല്ലേ. കാലത്ത് 10 മണിക്ക് GK പോർഷൻസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഒരാഴ്ച നമ്മൾ ഈ 3 ഭാഗം കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത്. 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ഓരോ സബ്ജക്റ്റ് വൈസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഡേ 1, ഡേ 2 എന്ന് പറഞ്ഞ് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ ക്ലാസ് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ അഡീഷണൽ നോട്ട്സ് നമ്മൾ ടെലിഗ്രാമിലൂടെ PDF ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ഇന്നലെ കാലത്ത് 10 മണിക്കുള്ള ക്ലാസ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ ഞാൻ ടെലിഗ്രാമിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേരുടെ കമൻസും മെസ്സേജസും മെയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിന് സുഖമായോ, മിസ് ഓക്കെ ആണോ, ഹെൽത്ത് ഇഷ്യൂസ് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ്, ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസും കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്നതിലും എല്ലാവരും എൻ്റെ ഹെൽത്തിനെ കുറിച്ച് വറി ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജസിലൂടെയും കമൻസിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കാലത്ത് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെയാണ്. 10 മണിയുടെ ക്ലാസ് ഞാൻ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, കോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ തീരെ വയ്യാതായി, തലകറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിടന്നുപോയി. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്നത്. തലകറക്കം ആയതുകൊണ്ടാണ് കേട്ടോ. വേറെ എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ആണെങ്കിൽ ഞാൻ കൂട്ടാക്കാറില്ല, ക്ലാസ് തരുന്ന ഒരാളാണ്. അപ്പോൾ തലകറക്കമായിട്ട് ഒട്ടും എണീക്കാൻ പറ്റാതെ ആയിട്ട് കിടപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഫുള്ളായിട്ട് ക്ലാസ് ഇല്ലാതിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്കറിയാം, ഒരു ദിവസം ക്ലാസ് വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ അത്രത്തോളം തീരെ വയ്യാതെ കിടപ്പിലായി പോയതുകൊണ്ടാണ് ക്ലാസ് തരാനിരുന്നത്. അപ്പോൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മാക്സിമം തരും. ഒട്ടും സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ക്ലാസ്സുകൾ വരാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. എല്ലാവരും നമ്മൾ PSC പഠിക്കുന്ന കാലം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ പഠിച്ചാലും തിരിഞ്ഞു പോകുന്ന കുറേയധികം വിഷയങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒട്ടും തിരിയാത്ത രീതിയിൽ ഒരു ചെറിയ കഥയിലൂടെയൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകണം. 3 ലിസ്റ്റ് നമ്മൾ 3 കഥകളിലൂടെ പഠിക്കാൻ വേണ്ടി പോകണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒട്ടും അറിയാത്തവർ, ഇങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ പഠിച്ചാൽ മതി. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, കോഡുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും, നമ്മുടെ കോഡിനെ കുറിച്ചാണെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ലിസ്റ്റുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട് അല്ലേ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ എവിടെയാണ് ഈ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത്? എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 11 ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 11 ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 245 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത്. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ 11, ആർട്ടിക്കിൾ ചോദിച്ചാൽ 245 മുതൽ 263 വരെയാണ്. ഇനി ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ പേരാണ് സർക്കാരിയ കമ്മീഷൻ. എന്താണ്? സർക്കാരിയ കമ്മീഷനാണ്
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷൻ. വർഷം ഓർത്തിരിക്കുക, 1983 സർക്കാരിയ കമ്മീഷൻ. ഓക്കെ, അപ്പൊ സർക്കാരിയ കമ്മീഷൻ 1983 രൂപീകരിച്ച സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത്. കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സർക്കാരിയായിരുന്നു. കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സർക്കാരിയ. ഈ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. സർക്കാരിയ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലിസ്റ്റുകൾ, അല്ലെ, ലിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനമാണ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നതിന് കാര്യം തന്നെ ഈ ലിസ്റ്റുകളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിന് സംസ്ഥാനത്തിനെന്നും പറഞ്ഞ അധികാരങ്ങൾ ഇങ്ങനെ വിഭജിച്ച് നൽകിയിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ത്യയെ പൊതുവെ പറയുന്നത്. എന്താണ് ഈ ഫെഡറൽ സംവിധാനം, അല്ലെങ്കിൽ എന്താണ് ഈ യൂണിറ്ററി സംവിധാനം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ ലോക രാജ്യങ്ങളെ ഉണ്ടല്ലോ, നമ്മൾ അവരുടെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോകരാജ്യങ്ങളെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് യൂണിറ്ററി എന്ന് പറയുന്നത്. യൂണിറ്ററി അഥവാ ഏകാത്മക സ്വഭാവമുള്ള രാജ്യങ്ങൾ. ഏകാത്മക സ്വഭാവമുള്ളത്. ദെൻ രണ്ടാമത്തേതാണ് ഫെഡറൽ സംവിധാനം. ഫെഡറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം. ഓക്കെ, ഇത് ഏകാത്മകമാണെങ്കിൽ ഫെഡറൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉള്ളതാണ്, ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉള്ളതിനെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്ററി എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ അധികാരങ്ങളും ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന സംവിധാനമാണ് യൂണിറ്ററി. ഏകാത്മകമാണ്, ഒന്നിൽ കേന്ദ്രീകരിക്കുന്നു. എല്ലാ അധികാരങ്ങളും ഒരാളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെയാണ് യൂണിറ്ററി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരങ്ങൾ ഒന്നിലധികം ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്നു. അധികാരങ്ങൾ ഒന്നിലധികം ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഫെഡറൽ സംവിധാനത്തിലാണെന്ന് നമ്മൾ പറയും, അല്ലെ? കാരണം നമ്മുടെ രാജ്യത്തിന് എന്താണ്? കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്, അല്ലെ? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റിനും ഇങ്ങനെ വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയാം. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്നിങ്ങനെ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ് ഫെഡറൽ രാജ്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ യൂണിറ്ററി എന്ന് പറഞ്ഞത് എല്ലാം ഒന്നിൽ കേന്ദ്രീകരിച്ചു. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബ്രിട്ടൻ പറയാം. ബ്രിട്ടൻ അതുപോലെ തന്നെ ഫ്രാൻസ്, ജപ്പാൻ, ചൈന, ഇവിടങ്ങളിലൊക്കെ എന്താണ്? അധികാരം എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബ്രിട്ടനിലാണെങ്കിൽ ബ്രിട്ടനിലെ രാജ്ഞി, അല്ലെ? ബ്രിട്ടനിലെ രാജ്ഞിയിലാണ് ഫുൾ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യമാണെങ്കിലോ ഫെഡറൽ സംവിധാനമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ രാജ്യം ഈ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരു ആശയം കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. കാനഡയുടെ കയ്യിൽ നിന്നുമാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഫെഡറൽ സംവിധാനം ആശയം കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫെഡറൽ സംവിധാനത്തിന് കാരണമായ ഒരു നിയമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയം കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നാണ്. പക്ഷെ ഫെഡറൽ സംവിധാനത്തിന് കാരണമായ നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഫെഡറൽ സംവിധാനം വരാൻ കാരണമായ നിയമം. എന്നാൽ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് നമ്മൾ എവിടെ നിന്നുമാണ്? കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ് എന്ന് എടുത്തു പറയുന്നില്ല. യൂണിറ്ററി ആണോ? അതും എടുത്തു പറയുന്നില്ല. ഫെഡറൽ ആണെന്നും പറയുന്നില്ല, യൂണിറ്ററി ആണെന്നും പറയുന്നില്ല. എന്നാൽ ക്വാസി ഫെഡറൽ ആണോ എന്ന് പറയുന്നുണ്ടോ? അതും പറയുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്, അല്ലെ? സംസ്ഥാനങ്ങളുടെ കൂട്ടം.
യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ ഇന്ത്യയെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫെഡറൽ എന്നും പറയുന്നില്ല, യൂണിറ്ററി എന്നും പറയുന്നില്ല, ക്വാസി ഫെഡറൽ എന്നും പറയുന്നില്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫെഡറൽ ആണെന്ന് മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണ്. അതായത് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അധികാര വിഭജനം നടത്തിയിട്ടുണ്ട് അല്ലെ, അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുന്നു എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫെഡറൽ രാജ്യം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഫെഡറൽ രാജ്യം, അതായത് അധികാര വിഭജനം എന്ന് പറഞ്ഞില്ലേ, ആ അധികാര വിഭജനത്തിൽ വരുന്നതാണ് ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന യൂണിയൻ ലിസ്റ്റിന് താഴെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ, അതിൽ അധികാരം അല്ലെങ്കിൽ എന്താണ് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷയങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർക്കായിരിക്കും? യൂണിയൻ ലിസ്റ്റിലായിരിക്കും. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് പേര് പോലെ തന്നെയാണ്, നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കായിരിക്കും? സ്റ്റേറ്റിനായിരിക്കും, സംസ്ഥാനങ്ങൾക്കായിരിക്കും. ഓക്കെ, അടുത്തത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനാണ് ഫുൾ അധികാരം, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഫുൾ അധികാരം. കൺകറന്റ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് ഗവൺമെന്റിനും ഈക്വൽ അധികാരങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ അധികാരം ഉള്ള വിഷയങ്ങളെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും അധികാരം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കായിരിക്കും, കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ എന്തുണ്ട്? അധികാരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഓരോ ലിസ്റ്റിലും എത്രത്തോളം വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ അധികാരം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. ഇവിടെയാണെങ്കിൽ നിയമനിർമ്മാണം നടത്തുന്നത് സ്റ്റേറ്റ് ആണ്. ഇവിടെയാണെങ്കിൽ ആരൊക്കെയാണ്? കേന്ദ്രവും ഉണ്ട്, സംസ്ഥാനവും ഉണ്ട് അല്ലെ. കേന്ദ്രവും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വിഷയങ്ങൾ നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 97 നിലവിൽ എത്രയുണ്ട്? 98 വിഷയങ്ങളുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നത് എത്രയാ? 97 ആയിരുന്നു. ഇപ്പം നിലവിലുള്ളത് 98. നിലവിലുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം, മുൻപുണ്ടായിരുന്നത് മറിഞ്ഞിരിക്കണം. 97 ആയിരുന്നു, ഇപ്പം നിലവിൽ 98. ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പം നിലവിലുള്ളത് 59 മുൻപുണ്ടായിരുന്നത് 66 59 ഇപ്പം നിലവിലുണ്ട്, 66 ആയിരുന്നു ഉണ്ടായിരുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലോ നിലവിൽ 52 വിഷയങ്ങളുണ്ട്, മുൻപുണ്ടായിരുന്നത് 47. ഓക്കെ, ഇത് പഠിച്ചു വെച്ചേക്കണം. നിലവിലുള്ളതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 98. യൂണിയൻ ലിസ്റ്റിൽ 98 ഉണ്ടായിരുന്നു, മുൻപ് എത്രയായിരുന്നു? 97. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ 59, മുൻപുണ്ടായിരുന്നത് 66. കൺകറന്റ് ലിസ്റ്റിൽ 52 നിലവിലുള്ളത്, മുൻപ് 47 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി പറയുന്ന പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിന് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര് പറയുന്നതിനായിരിക്കും അല്ലെങ്കിൽ ആര് നിർമ്മിക്കുന്ന നിയമത്തിനായിരിക്കും അധികാരം കൂടുതൽ? കേന്ദ്രം നിർമ്മിക്കുന്ന നിയമത്തിനായിരിക്കും അധികാരം കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൺകറന്റ് ലിസ്റ്റിന് കീഴിലുള്ള ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമായിരിക്കും അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് അധികാരം, നിയമനിർമ്മാണത്തിനുള്ള അധികാരം എന്ന് പറയുന്നത് ആദ്യം യൂണിയൻ ലിസ്റ്റ് ആണ് വരുന്നത്, പിന്നീട് കൺകറന്റ് ലിസ്റ്റ്, പിന്നീടാണ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നത്. ഇവിടെ കേന്ദ്രത്തിനാണ് കൂടുതൽ വരുന്നത് അധികാരം, ഇവിടെയും എന്താണ് കേന്ദ്രത്തിനാണ് അധികാരം വരുന്നത്, സ്റ്റേറ്റിൽ മാത്രമാണ് സംസ്ഥാനത്തിന്റെ അധികാരം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈബർ എന്ന് പറയുന്നതൊക്കെ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. പിന്നീടാണ് ഇന്റർനെറ്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയയും ഇങ്ങനെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി വന്നതാണ്.
അപ്പോൾ ലിസ്റ്റുകൾ വരുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ 3 ലിസ്റ്റിലും ഉൾപ്പെടുത്താത്ത വിഷയങ്ങളാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ. അതിനുശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾ പോലുള്ളതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലും വരില്ല, കൺകറന്റ് ലിസ്റ്റിലും വരില്ല. അപ്പോൾ പിന്നെ അവയെ നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുന്നത്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെസിഡ്വറി പവർ അല്ലെങ്കിൽ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഈ 3 ലിസ്റ്റിലും പെടാത്ത ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരായിരിക്കും? കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കും ഈ പറയുന്ന 3 വിഷയത്തിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തിൽ വരുന്നതാണ്? ഈ പറയുന്ന ഇതിലേതിലും പെടാത്തതിൽ വരുന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്, സൈബർ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ കീഴിൽ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങൾക്ക് നിയമം നിർമ്മിക്കുന്നതിനുള്ള ഈ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റെസിഡ്വറി പവർ അഥവാ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അവശിഷ്ട അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളുടെ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിനാണ്. സോ അതിനെയാണ് നമ്മൾ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഈ അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. 248 ആണ്. 248 അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അവശിഷ്ട അധികാരം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. അവശിഷ്ടാധികാരം കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ലിസ്റ്റുകളിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഇത് രണ്ടും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങളും അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. ഓസ്ട്രേലിയ. ഓക്കെ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ട അധികാരവും കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. കൺകറന്റ് ലിസ്റ്റ് കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോ ലിസ്റ്റിലും പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിഷയങ്ങൾ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റിൽ എത്ര ഉണ്ട് വിഷയങ്ങൾ? 98 വിഷയങ്ങളുണ്ട്. അപ്പോൾ 98 വിഷയങ്ങൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇത് ഞാൻ ഒരു കൃത്യം ഓർഡറിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി പറയും. ആ സ്റ്റോറി വെച്ചിട്ട് വേണം നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റാണ്. ആദ്യം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം വിഷയങ്ങൾ, എന്നിട്ട് ഞാൻ സ്റ്റോറി പറയാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് പ്രതിരോധം, ലോട്ടറി, സെൻസസ്, ടെലിഫോൺ, തപാൽ, കോർപ്പറേഷൻ നികുതി, ബാങ്കിംഗ്, വിദേശകാര്യം, കസ്റ്റംസ് തീരുവ, റെയിൽവേ, ഇൻഷുറൻസ്, കറൻസി, നാണയം, വരുമാന നികുതി, പാസ്പോർട്ട്, വിസ, ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം, യുദ്ധവും സമാധാനവും. ഇത്രയും കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ സ്റ്റോറിയിലെ നായകൻ്റെ പേര് ഉണ്ണി എന്നാണ് കേട്ടോ. ഉണ്ണി. അപ്പോൾ ഉണ്ണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ യൂണി എന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഉണ്ണിയാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. സോ ഉണ്ണി യൂണിയനുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഉണ്ണിയുടെ കഥയാണ്. ഉണ്ണിക്ക് എവിടെയാണ് ജോലി? പ്രതിരോധ സേനയിലാണ് ജോലി. ഉണ്ണിക്ക് എവിടെയാണ് ജോലി? പ്രതിരോധ സേനയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഉണ്ണി. ഈ ഉണ്ണിക്ക് ഒരു ദിവസം ഒരു ലോട്ടറി അടിച്ചു. ആൾ ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്തു? ഒരു ദിവസം ലോട്ടറി അടിച്ചു. അപ്പോൾ ലോട്ടറി അടിച്ചു. അപ്പോൾ ലോട്ടറി മാറണം അല്ലേ? ഒരുപാട് അത്യാവശ്യം നല്ല കാശായിരുന്നു. അപ്പോൾ ഒരു കോടി രൂപയുടെ ലോട്ടറി ആണെന്ന് വെച്ചോളൂ. 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. അപ്പോൾ അത് ലോട്ടറി മാറാനായിട്ട് നാട്ടിലേക്ക് വരണം അല്ലേ? അപ്പോൾ നാട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താ? ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ആളാണ് അല്ലേ? ഇപ്പം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ആളായതുകൊണ്ട് ലോട്ടറി മാറാനായിട്ട് വരാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ലോട്ടറി എങ്ങനെയെങ്കിലും നാട്ടിലെത്തി കാശ് കയ്യിലാക്കണമല്ലോ. അപ്പോൾ ലോട്ടറി അടിച്ച കാര്യം എന്ത് ചെയ്യാം? വൈഫിനെ വിളിച്ചു പറയാം. അപ്പോൾ ഭാര്യയെ വിളിച്ചു പറയാം എന്ന് വിചാരിച്ചിട്ട് ആൾ ടെലിഫോൺ വഴി ഭാര്യയെ ഈ കാര്യം അറിയിച്ചു. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയോട് ഇത് മാറാൻ പറയണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ലോട്ടറി തപാൽ വഴി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, തപാൽ വഴി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് മാറണം. എന്ത് ചെയ്യണം? നീ ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് മാറണം. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി ലോട്ടറി കൊടുത്തു. കാശൊക്കെ മാറി. പക്ഷെ കാശ് കയ്യിൽ കിട്ടിയപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യയ്ക്കൊരു ആഗ്രഹം തോന്നി. ഇത്രയും കാശ് കയ്യിലുണ്ടല്ലോ, ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ ഇല്ല, അപ്പോൾ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് പോയി കളയാം. ഓക്കെ, വിദേശത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ
ഫോറിൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ആൾ പ്ലാൻ ചെയ്തു. എന്നിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഈ കാശൊക്കെ കയ്യിൽ വെച്ച് ആൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കസ്റ്റംസുകാർ എന്ത് ചെയ്തു? ഈ സ്ത്രീയെ പിടികൂടി. കാരണം കയ്യിൽ കുറേ കാശൊക്കെ വെച്ചിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ കസ്റ്റംസുകാർ ഇയാളെ പിടികൂടി. ഓക്കെ, അപ്പോൾ ഇത് പ്രശ്നമായി അല്ലേ? കസ്റ്റംസുകാർ പിടികൂടി ഹസ്ബൻഡിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. നോർമലി എന്താണ്, ഹസ്ബൻഡ് എന്ത് ചെയ്തു? ട്രെയിൻ കയറി ഇങ്ങ് പോന്നു. ഓക്കെ, ജോലിയൊക്കെ ഉപേക്ഷിച്ച് ട്രെയിൻ കയറി ഇങ്ങ് പോന്നു. എന്നിട്ട് കസ്റ്റംസുകാർ പിടികൂടി ആളുടെ അടുത്തേക്ക് പോകുമല്ലോ, വൈഫിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ വൈഫിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നീ എന്തിനാ എന്നെ പറ്റിച്ചത് അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ പിടിച്ചത്. പൈസ എടുത്തിട്ട് ഫോറിൻ ട്രിപ്പൊക്കെ പോകാൻ ഭർത്താവ് അറിയാതെ പോകാനൊക്കെ ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പം നീ എന്തിനാ എന്നെ പറ്റിച്ചേ? നിന്റെ പേരിൽ ഞാൻ വലിയൊരു ഇൻഷുറൻസ് വലിയൊരു തുകയ്ക്കുള്ള ഇൻഷുറൻസ് ഞാൻ നിന്റെ പേരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ കാശിനോട് ആർത്തിയും കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ പോയിട്ടുണ്ടാവും. അപ്പോൾ പറയുവാണ്, ഹസ്ബൻഡ് പറയുവാണ്, ഞാൻ നിന്റെ പേരിൽ വലിയൊരു തുകയുടെ ഇൻഷുറൻസ് ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് ഹസ്ബൻഡ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാര്യയ്ക്ക് എന്ത് പറ്റി? ആകപ്പാടെ വിഷമവും അല്ലേ, ഒരു സങ്കടവും ഒരു നാണക്കേടും ഒക്കെ തോന്നുമല്ലോ. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെയായി. ഓക്കെ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെയായി. പക്ഷേ എന്താണ്, കസ്റ്റംസുകാരോട് ഭർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്ത് ചെയ്തു? അവർക്ക് കുറച്ച് കറൻസിയും നാണയങ്ങളൊക്കെ, കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കില്ലേ, എന്ന പോലെ കുറച്ച് കറൻസിയും നാണയമൊക്കെ കൊടുത്ത് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കസ്റ്റംസുകാർ ഒന്ന് കൂളായി. എന്നിട്ട് അവർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ വരുമാന നികുതി കറക്റ്റായിട്ട് അടച്ചാൽ മതി. നികുതി അടയ്ക്കണം എന്ന് പറയുകയാണ്. ഓക്കെ, ഇത്രയും കാശ് കയ്യിലുള്ളതല്ലേ, അപ്പോൾ അതിന് ടാക്സ് നിങ്ങൾ കൃത്യമായിട്ട്, വരുമാന നികുതി നിങ്ങൾ കൃത്യമായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാശൊക്കെ കൊടുത്ത് നികുതിയൊക്കെ അടച്ച് ഭാര്യയ്ക്ക് എന്ത് ചെയ്തു? ഭാര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? ഫോറിൻ ട്രിപ്പ് പോകണം എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കസ്റ്റംസുകാർ പിടിച്ചേ? ആൾക്ക് പാസ്പോർട്ടും വിസയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അല്ലാതെ മുങ്ങാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ പറഞ്ഞ വരുമാന നികുതിയൊക്കെ അടച്ചിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട്, വിസ ഇതെല്ലാം ആൾ ശരിയാക്കിയിട്ട് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഹസ്ബൻഡും വൈഫും കൂടെ എന്ത് ചെയ്യുകയാണ്? രണ്ടാളും കൂടെ ഒരു തീർത്ഥാടനത്തിന് പോവാണ് കേട്ടോ. തീർത്ഥാടനമാക്കി പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് തീർത്ഥാടനത്തിന് പോയി. ഇന്ത്യക്ക് പുറത്തേക്ക് തീർത്ഥാടനത്തിന് പോയി. എന്തിനു വേണ്ടിയിട്ടാ രണ്ടാളും കൂടെ തീർത്ഥാടനത്തിന് പോയേ? കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറി. കിട്ടിയോ? കഥ കിട്ടിയോ? അപ്പോൾ ഈ കഥയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ഉണ്ണിയുടെ കഥയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉണ്ണി എന്ന് പറയുന്നതിൽ നിന്നും UNI, യൂണി എന്ന് കിട്ടണം. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേര്. അത് കിട്ടിയല്ലോ. ഇനി ആൾക്ക് എവിടെയാണ് ജോലി എന്ന് പറഞ്ഞേ? പ്രതിരോധ സേനയിലാണ്. അപ്പോൾ പ്രതിരോധം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. പ്രതിരോധ സേനയിലുള്ള ഉണ്ണിക്ക് എന്ത് ചെയ്തു? ലോട്ടറി അടിച്ചു അല്ലേ? അപ്പം ലോട്ടറി എന്ന് പറയുന്നതും യൂണിയൻ ലിസ്റ്റിലാണ്. പക്ഷേ ലോട്ടറി അടിച്ചു, ആൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ജനങ്ങളെ സേവിക്കണം അല്ലേ? ജനങ്ങൾ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ജനസംഖ്യയുടെ കണക്കൊക്കെ എടുക്കുന്നതാണല്ലോ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതിൽ നിന്ന് നമുക്ക് സെൻസസിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്തു? ഭാര്യയെ ടെലിഫോൺ വിളിച്ച് അറിയിച്ചു അല്ലേ? അപ്പോൾ ടെലിഫോണിൽ എന്ന് പറയുമ്പോൾ ടെലിഫോൺ. എന്നിട്ട് എന്ത് ചെയ്തു? ലോട്ടറി തപാൽ വഴി അയച്ചു കൊടുത്തു. അപ്പോൾ തപാൽ എന്ന് പറയും. തപാൽ വഴി അയച്ചു കൊടുത്തിട്ട് എന്താ പറഞ്ഞേ? കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം? നീ ഇത് മാറണം അല്ലേ? ഇപ്പം കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ നികുതിയും, ബാങ്കിൽ എന്ന് പറയുമ്പോൾ ബാങ്കിങ്ങും ഓർക്കുക. ഇപ്പോൾ കോർപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് മാറാൻ പറഞ്ഞു. മാറിയപ്പോൾ ഭാര്യ എന്താ ചെയ്തേ? അത് വെച്ചൊരു വിദേശ ട്രിപ്പ് പോകാൻ വേണ്ടി, ഫോറിൻ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അല്ലേ? അപ്പോൾ വിദേശ കാര്യം എന്നുള്ളത് ഓർക്കുക. അവിടെ വെച്ച് എന്ത് ചെയ്തു? കസ്റ്റംസുകാർ പിടിച്ചു. സോ കസ്റ്റംസ് തീരുവ. അതറിഞ്ഞ് ഭർത്താവ് എന്താ ചെയ്തേ? ട്രെയിൻ കയറി വന്നു അല്ലേ? ട്രെയിൻ എന്നുള്ളതിൽ നിന്നും റെയിൽവേ, ട്രെയിൻ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പേരിൽ വലിയൊരു തുകയ്ക്ക് ഇൻഷുറൻസ് ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ആൾക്ക് ഇവിടെ മുഖത്ത് നോക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പം മുഖം എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം? മേജർ പോർട്സ് കേട്ടോ. തുറമുഖം എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ. മേജർ പോർട്സ് ഉണ്ട് കേട്ടോ. ഞാനവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. മേജർ പോർട്സ് ഉണ്ട്. തുറമുഖം അതിൽ മേജർ പോർട്ടാണ്. മേജർ പോർട്ട് അപ്പം മുഖത്ത് നോക്കാൻ പറ്റാതെ, അപ്പോൾ മേജർ പോർട്ട്, തുറമുഖം എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവ് എന്ത് ചെയ്തു? കുറച്ച് പൈസയൊക്കെ അല്ലേ, കറൻസിയും നാണയവും ഒക്കെ കൊടുത്തിട്ട് കസ്റ്റംസുകാർക്ക് കൊടുത്തു അല്ലേ, കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നികുതി അടച്ചാൽ മതി, വരുമാന നികുതി അടച്ചാൽ മതി. അപ്പോൾ വരുമാന നികുതി അടച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് വേണ്ട പാസ്പോർട്ടും വിസയും ഒക്കെ ശരിയാക്കിയിട്ട് അവർ ഇന്ത്യക്ക് പുറത്തേക്ക് എന്തിനു പോയി? തീർത്ഥാടനത്തിന് പോയി. എന്തിനു വേണ്ടിയിട്ടാ? സമാധാനത്തിന് വേണ്ടിയിട്ട്. സോ ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം, യുദ്ധവും സമാധാനവും. ക്ലിയർ ആണോ? സ്റ്റോറി കിട്ടിയോ? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റോറി കിട്ടിയോ? കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ലിസ്റ്റ് നമ്മൾ പഠിക്കാൻ പോവാ. യൂണിയൻ ലിസ്റ്റ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇത് നമ്മളൊരു സ്റ്റോറിയിലൂടെ തന്നെയാണ് കേട്ടോ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ,
അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു സ്റ്റോറി എടുക്കുവാണ്. ഒരു സ്റ്റേറ്റ്, ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, നമ്മുടെ കേരളം തന്നെ എടുത്തോളൂ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ഓക്കെ. ആ സ്റ്റേറ്റിൽ ഒരു ദേശത്ത് കുറേ ആളുകളുണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ ഒരു ദേശത്ത് കുറേ ആളുകളുണ്ടായിരുന്നു. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൃഷിയും മത്സ്യബന്ധനമാണ് കേട്ടോ. സ്റ്റോറി കേട്ടതിന് ശേഷം നമുക്ക് പോയിന്റിലോട്ട് വരാം. അപ്പോൾ എന്താണ്, സ്റ്റേറ്റിൽ കുറേ ആളുകളുണ്ടായിരുന്നു. അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? കൃഷിയും മത്സ്യബന്ധനവും കൊണ്ട് ഉപജീവന മാർഗമാക്കി ജീവിക്കുന്നവരായിരുന്നു അവർ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു സ്റ്റേറ്റിൽ ഒരു രോഗം, കൊറോണയാണെന്ന് തന്നെ വിചാരിച്ചോളൂ, കൊറോണ പെട്ടെന്ന് പടർന്നു പിടിച്ചു. അപ്പോൾ എന്ത് പറ്റി? ജനങ്ങളുടെ ആരോഗ്യമൊക്കെ പോയി അല്ലേ. ജനങ്ങളുടെ ആരോഗ്യമൊക്കെ വഷളായി. അവർക്കൊന്നും ജോലി ചെയ്യാൻ പറ്റാണ്ടായി. പക്ഷേ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജനങ്ങളുടെ ആരോഗ്യം പോയിട്ടൊന്നും കാര്യമില്ല. ഗവൺമെന്റ് അവരുടെ കയ്യിൽ നിന്നും അപ്പോഴും എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ പറ്റാത്ത, വരുമാനമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ കൂടി അവരുടെ കയ്യിൽ നിന്ന് ഭൂനികുതിയും കെട്ടിട നികുതിയും കാർഷിക നികുതിയും ഒക്കെ ഈടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അതിനെല്ലാവരും പിരിക്കുന്നുണ്ടായിരുന്നു, ഗവൺമെന്റ് പിരിക്കുന്നുണ്ടായിരുന്നു ഭൂനികുതി. ജസ്റ്റ് കഥയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ ജോലിയില്ല, വരുമാനമില്ല, ആരോഗ്യം ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഗവൺമെന്റ് അതൊന്നും കാര്യമാക്കിയില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഭൂനികുതിയും കെട്ടിട നികുതിയും കാർഷിക നികുതിയും ഒക്കെ ഇവരുടെ നിന്ന് പിരിക്കാൻ വേണ്ടി തുടങ്ങി. നികുതി പിരിച്ചു എന്ന് മാത്രമല്ല, ഗവൺമെന്റ് അവർക്കുള്ള എന്താണ്, പെൻഷൻ നൽകിയതുമില്ല. ഇവരുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കാശ് കൊടുക്കുകയും ചെയ്യില്ല. ഓക്കെ, അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ ആകെ എന്ത് ചെയ്തു? കടത്തിൽ മുങ്ങി. അവരെല്ലാവരും എന്തായി? ഭയങ്കരമായിട്ട് കടത്തിൽ മുങ്ങി. അപ്പോൾ അവിടുത്തെ ദേശവാസികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു തീരുമാനം എടുത്തു. ഒരു വാഹനം എടുത്തിട്ട് എല്ലാവരും കൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് നമുക്കൊരു സമരം ചെയ്യാം. വാഹനം എടുത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് നമുക്ക് സമരം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു പാർട്ടിക്കാർ സമരം ചെയ്യുമ്പോൾ എതിർ പാർട്ടിക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ സമരം ചെയ്യുന്ന സമയത്ത് എതിർ പാർട്ടിക്കാർ വന്നിട്ട് അവരും കൂടെ ബഹളം ഉണ്ടാക്കി. ആകെ അടിപിടിയായി. അവിടുത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു. ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ ആര് വരും? പോലീസ് വരും അല്ലേ. അപ്പം അങ്ങനെ പോലീസ് വന്നു, അവരെ പിടിച്ച് ജയിലിൽ അടച്ചു. ഓക്കെ, ജയിലിൽ അടയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ജയിലിൽ ബാക്കിയുള്ള കുറേ കുറ്റവാളികളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പെരുമാറുന്നത് കൊണ്ടും ഇടപഴകുന്നത് കൊണ്ടും ജയിലിൽ കിടക്കുമ്പോൾ ഇവരുടെ സ്വഭാവം ആകെ മാറി. ചൂതുകളി, പണം വെച്ചിട്ടുള്ള ചൂതുകളി, മദ്യപാനം, അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഇവർ ജയിലിൽ കിടന്ന് പഠിച്ചു. അങ്ങനെ ഇവർ മദ്യപാനവും ചൂതുകളെയൊക്കെ തുടങ്ങി. മദ്യപാനമൊക്കെ അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ഘട്ടത്തിലോട്ട് പോയി. അങ്ങനെ മദ്യപിച്ച് എന്താണ്, അവർക്ക് അസുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് മരണം സംഭവിച്ച് അവരെന്തായി? അവസാനം ശവസംസ്കരിക്കേണ്ടി വരും അല്ലേ. ശ്മശാനത്ത് കൊണ്ടുപോയിട്ട് സംസ്കരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റോറി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ ടേംസാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. സോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി സ്റ്റേറ്റിൽ കുറേ ആളുകളുണ്ട്. അവരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? കൃഷിയും മത്സ്യബന്ധനവും. അപ്പോൾ അത് രണ്ടും കിട്ടിയില്ലേ? കൃഷിയും മത്സ്യബന്ധനവും. ഇനി അവിടെ പെട്ടെന്ന് എന്താണ്, സ്റ്റേറ്റിൽ ഒരു രോഗം വന്നു അല്ലെ, കൊറോണയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തായിരുന്നു? ആളുകളുടെ ആരോഗ്യമൊക്കെ വഷളായി. അപ്പോൾ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് കിട്ടി. പക്ഷെ ആരോഗ്യം വഷളായിട്ടും അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടും കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാൻ തുടങ്ങി അല്ലേ. കെട്ടിട നികുതി, ഭൂനികുതി, കാർഷിക നികുതി, ഈ പറയുന്ന നികുതികളെല്ലാം പിരിച്ചു. പിന്നെ അവർക്കുള്ള പെൻഷനുകൾ കൊടുത്തതുമില്ല അല്ലേ. പെൻഷൻ കൊടുത്തുമില്ല. നികുതിയൊക്കെ പിരിച്ചു, പക്ഷെ പെൻഷൻ കൊടുത്തതുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ ദേശം തദ്ദേശമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. തദ്ദേശ സ്വയംഭരണം കിട്ടാനാണ്. ആ ദേശത്തെ ആളുകളെല്ലാം കൂടെ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു വാഹനം എടുത്ത്, വാഹനം മീൻസ് ഗതാഗതം. ഓക്കെ, ഏതെങ്കിലും ഒരു ഗതാഗത മാർഗത്തിലൂടെ ഒരു വാഹനം എടുത്തിട്ട് എന്ത് ചെയ്യാം? സമരം ചെയ്യാം അല്ലേ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യാമെന്ന് തീരുമാനിച്ചു. സമരം ചെയ്യുമ്പോൾ എതിർ പാർട്ടിക്കാർ വന്നിട്ട് ആകെ അടിയും ഇടിയൊക്കെ ആയി. ക്രമസമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ക്രമസമാധാനം, പോലീസ് വന്നു എന്ന് പറഞ്ഞു. പോലീസ് അവരെ കൊണ്ട് ജയിലിലിട്ടു. ജയിലിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ചൂതുകളി, മദ്യപാനം, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ചൂതുകളി, മദ്യം കുടിച്ച് വയ്യാതെയൊക്കെ ആയി അവർ മരിച്ചു അല്ലേ. അപ്പോൾ അവരുടെ ശവസംസ്കാരം ശ്മശാനത്തിൽ വെച്ച് നടത്തേണ്ട അവസ്ഥ വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു ഈ കാർഷിക നികുതി, ഭൂനികുതിയൊക്കെ അടയ്ക്കേണ്ടി വന്നു. പെൻഷനും കിട്ടിയില്ല. അപ്പോൾ അവരാകെ കടത്തിൽ മുങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേമും കൂടെ വരുന്നുണ്ട്, പൊതുകടം. സംസ്ഥാനത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അവർ കടത്തിൽ മുങ്ങി എന്നുള്ളതിൽ നിന്നും പൊതുകടവും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചല്ലോ നമ്മുടെ ചെറിയ സ്റ്റോറിയിലൂടെ. കൃഷി, മത്സ്യബന്ധനം, പൊതുജനാരോഗ്യം, കെട്ടിട നികുതി, കാർഷിക നികുതി, ഭൂനികുതി, സംസ്ഥാന പെൻഷനുകൾ, പൊതുകടം, തദ്ദേശ സ്വയംഭരണം, ഗതാഗതം,
ക്രമസമാധാനം, പോലീസ്, ജയിൽ, ചൂതുകളി, മദ്യം, ശവസംസ്കാരം, ശ്മശാനം. ഓക്കെ, ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയൊരു സ്റ്റോറിയിലൂടെ തന്നെയാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റോറി വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റോറിയിലെ ആളുകളെന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് കേട്ടോ. പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട രണ്ടുപേർ തമ്മിൽ എന്ത് ചെയ്യാണ്? വിവാഹിതരാവുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ തുടക്കം. പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്ത രണ്ടുപേര് വിവാഹിതരായി. ഓക്കെ, അപ്പോൾ ഈ വിവാഹിതരായി അവർ ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്നു. അപ്പം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യും അല്ലേ. ആദ്യം എന്താണ് ചെയ്യുന്നത്? നല്ലൊരു കുടുംബം നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ കുടുംബാസൂത്രണം വേണം. പിന്നെ എന്താണ്? കുട്ടികൾ എത്രയാണെന്നൊക്കെ തീരുമാനിക്കും അല്ലേ. ഇപ്പം ജനസംഖ്യ ആസൂത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാശിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം, കൃത്യമായിട്ട് ഇത്ര ചിലവാക്കണം, ഇത്ര രൂപ അല്ലേ. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ആസൂത്രണം ചെയ്യുമല്ലോ. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം, സാമൂഹിക ആസൂത്രണം അല്ലേ. അങ്ങനെ കുറേ ആസൂത്രണങ്ങളൊക്കെ അവർ ചെയ്യും. ഫാമിലി പ്ലാനിങ് ഒക്കെ അവർ ചെയ്യും. അപ്പം അങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്തു. പക്ഷേ കുറേ നാളുകൾ പോയി. അവർക്ക് എന്ത് പറ്റി? കുറേ വർഷങ്ങളായിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഓക്കെ, കുട്ടികളായില്ല. അപ്പോൾ കുട്ടികളാകാതെ ഇരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, അവർക്ക് വിഷമാവും അല്ലേ. അപ്പോൾ വിഷമം തീർക്കാനായിട്ട് ഭർത്താക്കന്മാർ കണ്ടുപിടിക്കുന്ന ഒരു പണിയാണ് ഈ ഡ്രഗ്സ്, മദ്യപാനം അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഈ ആളുടെ ഭർത്താവ് എന്ത് ചെയ്തു? ഡ്രഗ്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകളുടെ സ്വഭാവം നന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുടെ സ്വഭാവം ഭയങ്കര ഒരു ക്രിമിനലിൻ്റെ പോലെയായി. ക്രിമിനൽ സ്വഭാവമുള്ള ആൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭാര്യയെ ഒരു മൃഗത്തെ പോലെ, മൃഗങ്ങളോട് എങ്ങനെയാണോ ക്രൂരത കാണിക്കുക, മൃഗങ്ങളോട് ചെയ്യുന്നത് പോലെ അതിനേക്കാളും ഒരു മൃഗത്തെക്കാളും വലിയ ക്രൂരനായിട്ട് ആൾ എന്ത് ചെയ്തു? മാറി. ഒരു ക്രിമിനലായിട്ട് മാറി. മൃഗങ്ങളോടുള്ള അത്രയും രീതിയിൽ ക്രൂരത കാണിക്കാൻ തുടങ്ങി. കൂടാതെ ഭാര്യയോടുള്ള വിശ്വാസമില്ലാതായി, ട്രസ്റ്റ് ഇല്ലാതെയായി. ഓക്കെ, ഭാര്യയെ വിശ്വാസം ഇല്ലാതെയായി, ട്രസ്റ്റ് ഇല്ലാതെയായി, ഭയങ്കര സംശയം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്? ഇവർ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കോടതിയിൽ പോവാണ്. ഓക്കെ, അപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോൾ കോടതിയിൽ വിവാഹമോചനത്തിന് വേണ്ടി ഭാര്യ പോവുകയാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് കോടതി വിവാഹമോചനം അനുവദിക്കും. ഈ വിവാഹമോചനത്തിന് ശേഷം ഭാര്യ എന്ത് ചെയ്യാണ്? ഒറ്റയ്ക്ക് ജീവിക്കേണ്ട. ഓക്കെ, അപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ള രീതിയിൽ ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിൽ പോയിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദത്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കുഞ്ഞിൻ്റെ ആ ദത്തെടുത്ത ദിവസമായിട്ട് ജനനമായിട്ട് രജിസ്റ്റർ ചെയ്യണം അല്ലേ. ഇപ്പം ജനനം രജിസ്റ്റർ ചെയ്തു, ദത്തെടുത്ത ദിവസം ജനന തീയതിയായിട്ട് ജനനം രജിസ്റ്റർ ചെയ്തു. പിന്നെ കുഞ്ഞിനെ ചുമ്മാതെ അങ്ങ് ദത്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഈ ഭാര്യയുടെ പേരിലുള്ള എന്താണ് സ്വത്തുക്കളൊക്കെ കുറച്ചൊക്കെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഭാര്യയുടെ പേരിലുള്ള വസ്തുവകകൾ, ആധാരങ്ങൾ അതൊക്കെ കുഞ്ഞിൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ദത്തെടുത്തു കുഞ്ഞിനെ. പിന്നെ ഭർത്താവിനെ എന്ത് ചെയ്തു? ഭർത്താവിനെ ഈ പറയുന്ന ഡിവോഴ്സിൻ്റെയും ഈ ഉപദ്രവിച്ചതിൻ്റെയും ഒക്കെ പേരിൽ ജയിലിലാക്കി. അപ്പോൾ ഇവിടത്തെ ജയിലിൽ തന്നെ ഇടുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിന്നും എന്താണ് മറ്റൊരു സംസ്ഥാനത്തെ ജയിലിലോട്ട് ഭർത്താവിനെ മാറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭാര്യയ്ക്ക് എന്താണ് ഈ പറയുന്ന ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്തു. കുഞ്ഞിനെ ദത്തൊക്കെ എടുത്തിട്ട് ജീവിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഈ എന്താണ് ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടാമെന്ന് നോക്കാം. പഠിക്കുന്ന സമയത്തല്ലേ നമ്മുടെ കഥ തുടങ്ങിയത് എങ്ങനെയാണ്? പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഠിക്കുന്ന എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം കിട്ടണം. പഠിപ്പും വിദ്യാഭ്യാസമായിട്ട് കണക്ട് ചെയ്യാലോ. പഠിക്കുന്ന കാലത്ത് പരസ്പരം കണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കൺകറന്റ് എന്നല്ലേ, കൺകറന്റ് എന്നാണ്. അപ്പോൾ ഇതിൽ കണ്ട് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കൺകറന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പരസ്പരം കൺകറന്റ്. ഓക്കെ, അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട രണ്ടുപേർ തമ്മിൽ വിവാഹിതരായി. അപ്പോൾ വിവാഹം എന്നുള്ളത് കിട്ടി, വിവാഹിതരായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തു അല്ലേ. ഫാമിലി പ്ലാനിങ്, ഇപ്പോൾ കുടുംബാസൂത്രണം, ജനസംഖ്യ ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണം, സാമൂഹിക ആസൂത്രണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു. പിന്നെ എന്ത് പറഞ്ഞു? അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല അല്ലേ. കുറേ നാളുകൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതായപ്പോൾ ഭർത്താവ് ഡ്രഗ് അഡിക്റ്റ് ആയി അല്ലേ. ഇപ്പോൾ ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ആളെന്താണ്? ക്രിമിനലിനെ പോലെയായി. അപ്പോൾ ക്രിമിനൽ നിയമം, മൃഗങ്ങളെ പോലെ ക്രൂരത കാണിക്കാൻ തുടങ്ങി അല്ലേ. ഇപ്പം മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ. പിന്നെ ഭാര്യയോടുള്ള ട്രസ്റ്റ് ഇല്ലാതെയായി. അപ്പോൾ ട്രസ്റ്റുകൾ വിശ്വാസമില്ലാതെയായി. അങ്ങനെ ഡിവോഴ്സ് കേസ് കൊടുത്തു അല്ലേ. ഇപ്പോൾ വിവാഹമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചു, വിവാഹമോചനം ലഭിച്ചു. എന്നിട്ട് ഭാര്യ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിൽ പോയിട്ട്
ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. കുഞ്ഞിനെ ദത്തെടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യണം. അപ്പം ജനന മരണ രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പം ജനനം രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, കുഞ്ഞിനെ ദത്തെടുക്കുന്ന സമയത്ത് അവരുടെ വസ്തുവകകളൊക്കെ കൈമാറ്റം ചെയ്യണം അല്ലെ, കുഞ്ഞിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതണം, ആധാരങ്ങളും രേഖകളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഭർത്താവിനെ എന്ത് ചെയ്തു? ഇവിടെ തടവുകാരെയും കുറ്റാരോപിതം ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക അല്ലെ, ജയിലിലോട്ട് മാറ്റി. ഈ സംസ്ഥാനത്ത് നിന്നും വേറൊരു സംസ്ഥാനത്തെ ജയിലിലോട്ട് ഹസ്ബൻഡിനെ മാറ്റി. അങ്ങനെ ഭാര്യയ്ക്ക് ഈ ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിച്ചു അല്ലെ, വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ സ്റ്റോറിയിലൂടെ ഇത്രയും ടേംസ് കിട്ടിയോ? എന്തൊക്കെ കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്? വിദ്യാഭ്യാസം, വിവാഹം, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, സാമ്പത്തിക ആസൂത്രണം, സാമൂഹിക ആസൂത്രണം, ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ, ക്രിമിനൽ നിയമം, ട്രസ്റ്റുകൾ, വിവാഹമോചനം, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, ദത്തെടുക്കൽ, ജനനമരണ രജിസ്ട്രേഷൻ, കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ കൈമാറ്റം, ആധാരങ്ങളുടെയും രേഖകളുടെയും രജിസ്ട്രേഷൻ, തടവുകാരെയും കുറ്റാരോപിതരെയും ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക, വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ 3 ലിസ്റ്റുകൾ. നമ്മൾ 3 ചെറിയ സ്റ്റോറീസിലൂടെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ എങ്ങനെയുണ്ട്? കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ലിസ്റ്റുകൾ പഠിക്കാൻ പറ്റിയോ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്